ഹലോ. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു രഹസ്യത്തിലേക്കാണ് നോക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അണുവിനേക്കാൾ ചെറിയ തലത്തിൽ നടന്ന ഒരൊറ്റ സംഭവം. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സകലത്തിനും കാരണമായത്. അപ്പോ നമുക്കീയൊരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ശൂന്യമായി പോകാതെ നക്ഷത്രങ്ങളും ഗാലക്സികളും നമ്മളുമൊക്കെയായി ഇങ്ങനെ നിലനിൽക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ ചെറിയൊരു ലോകത്താണ്. ആ വലിയ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു ആറ്റത്തിന്റെ ഹൃദയത്തിലേക്കാണ്, അതായത് അതിന്റെ ന്യൂക്ലിയസിലേക്ക്. ഇവിടെയാണ് നമ്മുടെ ഈ മുഴുവൻ കഥയും ആരംഭിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബീറ്റാ ഡീകേ. സിമ്പിളായി പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി തന്നെ മാറുന്നൊരു നിമിഷമാണിത്. ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായി മാറുമ്പോൾ ആ ആറ്റം അക്ഷരാർത്ഥത്തിൽ മറ്റൊന്നായി മാറുകയാണ്. അപ്പോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദ്യം ന്യൂക്ലിയസിനകത്തുള്ളൊരു ന്യൂട്രോൺ അസ്ഥിരമാവുന്നു. പിന്നീട് അതൊരു പ്രോട്ടോണായിട്ട് രൂപം മാറുന്നു. ഈ മാറ്റത്തിനിടയിൽ ഊർജത്തിൽ നിന്ന് ചില പുതിയ കണികകൾ ഉണ്ടാകുകയും അവ പുറത്തേക്ക് തെറിച്ചുപോകുകയും ചെയ്യുന്നു. ഈ രൂപാന്തരത്തിൽ പുറത്തുവരുന്ന കണികകൾ വെറും സാധാരണക്കാരല്ല. നമ്മുടെ ഈ കഥയിലെ പ്രധാന കളിക്കാർ അവരാണ്. നമുക്കവരെ ഓരോരുത്തരെയായി ഒന്ന് പരിചയപ്പെട്ടാലോ? നമ്മുടെ കഥയിലെ ആദ്യത്തെയാൾ നമുക്കെല്ലാവർക്കും നന്നായി അറിയുന്നയാളാണ്. ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജുള്ള ഈ അടിസ്ഥാന കണിക. ഇവിടെ ഒരു ന്യൂട്രോൺ പ്രോട്ടോണായി മാറുമ്പോൾ പുറത്തുവരുന്ന കണികകളിൽ ഒന്നാണിത്. ഈ പ്രോസസ്സിനെ നമ്മൾ നെഗറ്റീവ് ബീറ്റാ ഡീകേ എന്നും വിളിക്കും. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാണ്. പ്രപഞ്ചത്തിൽ ഓരോ കണികയ്ക്കും ഒരു വിപരീത ഇരട്ടയുണ്ട്. അതാണ് ആന്റിമാറ്റർ അഥവാ പ്രതിദ്രവ്യം. ഇലക്ട്രോണിന്റെ ആന്റിമാറ്റർ ഇരട്ടിയാണ് പോസിട്രോൺ. മാസ് ഒന്നു തന്നെ, പക്ഷേ ചാർജ് പോസിറ്റീവ്. ഒരു പ്രോട്ടോൺ ന്യൂട്രോണായി മാറുമ്പോഴാണ് ഈ പോസിട്രോൺ പുറത്തുവരുന്നത്. ഈ പ്രോസസ്സിലെ ഊർജത്തിന്റെ കണക്കുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി മാത്രമുണ്ടാകുന്ന രണ്ട് നിഗൂഢമായ കണികകളുണ്ട്: ന്യൂട്രിനോയും അതിന്റെ ആന്റിമാറ്റർ പാർട്ടിക്കിളായ ആന്റിന്യൂട്രിനോയും. ഇവയെ ഗോസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പ്രേത കണികകൾ എന്നുപോലും വിളിക്കാറുണ്ട്. കാരണം ഇവയെ കണ്ടെത്താൻ അത്രയ്ക്ക് പ്രയാസമാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ന്യൂട്രിനോയും ആന്റിന്യൂട്രിനോയും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. ന്യൂട്രിനോകൾ എപ്പോഴും ഇടംകയ്യന്മാരെ പോലെയാണ്, അതായത് അവയുടെ കറക്കം മുന്നോട്ടു പോകുന്ന ദിശയ്ക്ക് എതിരായിരിക്കും. പക്ഷേ ആന്റിന്യൂട്രിനോകൾ എപ്പോഴും വലംകയ്യന്മാരാണ്. അവയുടെ കറക്കം സഞ്ചരിക്കുന്ന ദിശയിൽ തന്നെയായിരിക്കും. ഈ വ്യത്യാസം ഓർമ്മിച്ചു വെച്ചോളൂ, ഇത് വളരെ പ്രധാനമാണ്. ഈ ടേബിൾ ഒന്ന് നോക്കൂ. ഇവിടെ ഓരോ കണികയെയും ദ്രവ്യം, അതായത് മാറ്റർ, അല്ലെങ്കിൽ പ്രതിദ്രവ്യം, അതായത് ആന്റിമാറ്റർ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. കൂടെ ലെപ്റ്റോൺ നമ്പർ എന്നൊരു സംഖ്യയും കാണാം. ഇതൊരു തരം സ്കോർ കീപ്പിംഗ് സിസ്റ്റമാണെന്ന് വിചാരിച്ചോളൂ. മാറ്ററിന് +1ഉം ആന്റിമാറ്ററിന് -1ഉം. സിമ്പിൾ. പ്രപഞ്ചത്തിലെ എല്ലാ കണികാ പ്രതിപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. നമുക്ക് ആ നിയമങ്ങളുടെ പുസ്തകമൊന്ന് തുറന്നു നോക്കാം. ആദ്യത്തെ നിയമം ലെപ്റ്റോൺ സംരക്ഷണ നിയമം. ഒരു റിയാക്ഷൻ തുടങ്ങുന്നതിന് മുൻപുള്ള ടോട്ടൽ ലെപ്റ്റോൺ നമ്പർ റിയാക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള ടോട്ടൽ ലെപ്റ്റോൺ നമ്പറിന് തുല്യമായിരിക്കണം. ഈ ഉദാഹരണം നോക്കൂ. ഒരു ന്യൂട്രോൺ വിഘടിക്കുമ്പോൾ തുടക്കത്തിൽ ലെപ്റ്റോൺ നമ്പർ 0. അവസാനം ഇലക്ട്രോണിന്റെ +1ഉം ആന്റിന്യൂട്രിനോയുടെ -1ഉം കൂടിച്ചേരുമ്പോൾ അതും 0 ആകുന്നു. കണക്ക് കൃത്യം. അടുത്തത് വളരെ മനോഹരമായ രണ്ട് ആശയങ്ങളാണ്: പാരിറ്റിയും ചാർജ് കോൺജുഗേഷനും. പാരിറ്റി പറയുന്നത് ഇത്രയുള്ളൂ: ഒരു സംഭവത്തിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്താണോ അതും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നായിരിക്കണം. ചാർജ് കോൺജുഗേഷൻ പറയുന്നത് എല്ലാ കണങ്ങളെയും അവയുടെ ആന്റി പാർട്ടിക്കിൾസ് വെച്ച് മാറ്റിയാലും ആ റിയാക്ഷൻ നടക്കണമെന്നാണ്. ഇവ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങളാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ കഥയിൽ എപ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ. പ്രപഞ്ചത്തിന്റെ ഈ മനോഹരമായ നിയമങ്ങൾ ചില സമയങ്ങളിൽ ചിലർ ലംഘിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ ഇവ എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും പാലിക്കപ്പെടുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്നാണ്. ഇവിടെ ഒരു വില്ലനുണ്ട്: വീക്ക് ഇൻട്രാക്ഷൻ അഥവാ ദുർബല അണുകേന്ദ്ര ബലം. ബീറ്റാ ഡീകേയെ നിയന്ത്രിക്കുന്ന ഈ ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരിറ്റിയുടെയും ചാർജ് കോൺജുഗേഷന്റെയും നിയമങ്ങളെ കാറ്റിൽ പറത്തും. ഓർക്കുന്നില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രിനോകളുടെ കാര്യം? ആന്റിന്യൂട്രിനോകൾ എപ്പോഴും വലംകയ്യന്മാരാണെന്ന് പറഞ്ഞത്. അതിനർത്ഥം ഒരൊറ്റ ഇടംകയ്യൻ ആന്റിന്യൂട്രിനോ പോലും ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല എന്നാണ്. അതുകൊണ്ട് ബീറ്റാ ഡീകേയുടെ കണ്ണാടിയിലെ പ്രതിബിംബം
ഒരു അസാധ്യമായ സംഭവമാണ്. വീക്ക് ഇന്ററാക്ഷൻ ദ്രവ്യത്തോടും പ്രതിദ്രവ്യത്തോടും ഒരേപോലെയല്ല പെരുമാറുന്നതെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ആ സിമെട്രി എന്ന കണ്ണാടി ഇവിടെ തകർന്നുപോയി. അപ്പോ ഈ ചെറിയൊരു നിയമലംഘനം അതെന്തിനാ നമ്മൾ ഇത്ര കാര്യമായിട്ടെടുക്കുന്നത്? കാരണം സിമ്പിളാണ്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണം ആ ഒരൊറ്റ നിയമലംഘനമാണ്. അതെങ്ങനെയെന്നല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിലേക്ക് പോകാം. അന്ന് പ്രപഞ്ചം തിളച്ചു മറിയുന്ന ഒരു ഊർജ്ജക്കടലായിരുന്നു. ഈ ഊർജ്ജത്തിൽ നിന്ന് ദ്രവ്യവും പ്രതിദ്രവ്യവും തുല്യ അളവിലുണ്ടായി. എന്നാൽ പ്രപഞ്ചം തണുത്തപ്പോൾ അവ പരസ്പരം കൂട്ടിയിടിച്ച് വീണ്ടും ഊർജ്ജമായി മാറാൻ തുടങ്ങി. പക്ഷേ നമ്മള് നേരത്തെ കണ്ട ആ സിമട്രി ലംഘനം കാരണം ദ്രവ്യവും പ്രതിദ്രവ്യവും കൃത്യം തുല്യ അളവിലായിരുന്നില്ല ഉണ്ടായത്. ദ്രവ്യം ഒരു പൊടിക്ക് കൂടുതലായിരുന്നു. ആരും ശ്രദ്ധിക്കാത്തത്ര ചെറിയൊരു വ്യത്യാസം. ആ വ്യത്യാസം എത്രയായിരുന്നു എന്നറിയാമോ? ശ്വാസമടക്കി പിടിച്ച് കേട്ടോളൂ. ഓരോ 100 കോടി പ്രതിദ്രവ്യ കണങ്ങൾക്കും 100 കോടി ഒന്നും ദ്രവ്യകണങ്ങൾ. പ്രതിദ്രവ്യങ്ങളെല്ലാം ദ്രവ്യവുമായി കൂട്ടിയിടിച്ച് ഇല്ലാതായപ്പോൾ ആ ഒരെണ്ണം മാത്രം ഓരോ തവണയും ബാക്കിയായി. അതെ, ഇവിടത്തെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഗാലക്സികളും നക്ഷത്രങ്ങളും ഈ ഭൂമിയും എന്തിനധികം നിങ്ങളും ഞാനുമൊക്കെ ആ മഹാവിസ്ഫോടനത്തിൽ നശിക്കാതെ ബാക്കി വന്ന ആ ഒരു ചെറിയ അംശം ദ്രവ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഓരോ 100 കോടി കണികകൾ നശിച്ചപ്പോൾ ബാക്കിയായ ഒന്നിന്റെ സന്തതികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ നിലനിൽപ്പ് പ്രപഞ്ചത്തിന്റെ ഡിസൈനിലെ ഒരു ചെറിയൊരു കുഴപ്പത്തിന്റെ അല്ലെങ്കിൽ ഒരു അപൂർണതയുടെ ഭംഗിയുള്ളൊരു റിസൾട്ടാണോ? പ്രപഞ്ചത്തിലെ ഒരു പിഴവാണ് നമ്മളെയെല്ലാം സൃഷ്ടിച്ചതെന്ന ചിന്ത അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അടുത്ത തവണ കാണാം.